ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഇടുക്കിയിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ പോയ വഴി കണ്ടൊരു പള്ളിയാണ്. ഞങ്ങളിവിടെ നിർത്താനുള്ളൊരു മെയിൻ കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഞങ്ങൾ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. പറഞ്ഞു വരുമ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ കാണുവാനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. കുറച്ച് സാഹിത്യമാണെങ്കിൽ പോലും നല്ല രസമില്ലേ കേൾക്കാനായിട്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ കാറ്റാടിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ വണ്ണപ്പുറം കള്ളിപ്പാറ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ ഈ മനോഹരമായ കാറ്റാടിക്കടവ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പോകുന്ന വഴി നേരത്തൊരു റോഡായിരുന്നു. അത് പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ ആയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോകുന്ന വഴി വേറൊരു മനുഷ്യരെ പോലും നിങ്ങൾ കണ്ടില്ല. പോകുന്ന വഴി കറക്റ്റാണോ എന്ന് പോലും ഡൗട്ട് ഉണ്ടായിരുന്നു. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാലും ഒരു വീട് പോലും അവിടെ ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരുപാട് കൊക്കോ മരങ്ങളും പിന്നെ കാപ്പിക്കുരുടെ മരങ്ങളും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഈ കാണുന്ന പൂവ് ഒരു താമരയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അത് ഗൈസ്, ഇതൊരു കൽത്താമരയാണ്. പാറകളിൽ മാത്രമേ ഇത് പിടിച്ചിരിക്കത്തുള്ളൂ. ഞാൻ കതച്ചു, ഇത്തിരി കറിയപ്പത്തഞ്ഞു. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അട്ടയായിരിക്കും ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ അട്ടയല്ലായിരുന്നു. സോഫി തേ കാടിനുള്ളിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഒരു കാപ്പിക്കുരു പറിച്ച് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാണിച്ച ഷോ ഓഫാണ് ഈ കാണുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഓടിച്ചെന്നിട്ടൊരു കൊക്കോ പറിച്ചു. കയറി വരുന്ന എൻട്രൻസ് മുതൽ ഇതുപോലെ കുറേ കൊക്കോ മരങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ പഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ തക്കത്തിൽ ഞാൻ ഒരെണ്ണം പറിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. എൻട്രൻസിൽ വന്നപ്പോൾ കണ്ടേ ആ ഒരു സ്ഥലം പോലെ അല്ലായിരുന്നു. ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിരപ്പ് പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും, ഇതായിരിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചേ. പിന്നെ ഞങ്ങൾ ഒത്തിരി ഉള്ളിലോട്ട് നടന്നു. കയറി ചെന്നപ്പോഴൊക്കെ ചുറ്റിനും കാട് മാത്രം. ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങോട്ടുള്ള 2 കിലോമീറ്ററിൽ ആകെയുള്ളൊരു കട ഇതാണ്. വേറൊരു കട പോലും ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് സത്യത്തിൽ ഈ ഒരു കട കണ്ടപ്പോഴാണ് ആശ്വാസമായത്. ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. 2 ബോട്ടിൽ വാട്ടർ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കണ്ട പോലത്തെ ഒരു സ്ഥലമല്ലായിരുന്നു. കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു ഞങ്ങൾക്ക് നടക്കാനാണെങ്കിലും. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇതിൻ്റെ എൻഡ് വന്നിട്ട് നല്ല ഹാപ്പിനെസ് ഞങ്ങൾക്ക് തന്നായിരുന്നു കേട്ടോ. ഈ കാണുന്ന വ്യൂ ആണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാനൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കോടയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് കോട ഇറങ്ങി, നല്ല രസമായിരുന്നു. കയറ്റത്തിലുണ്ടായിരുന്ന ക്ഷീണം ഈ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാറിയായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാറ്റാടിക്കടവ് മലയിലാണ്. ആ വ്യൂ ആണിപ്പോൾ കാണുന്നത്. ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചാണ് വന്നത്, എന്നാൽ മഴ ഉണ്ടായിരുന്നില്ല. നല്ല വ്യൂ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോട ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയുള്ള ഫസ്റ്റത്തെ അഡ്വഞ്ചർ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരാൻ പറ്റുമെന്ന്. കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ കോട ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കോട ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാറ്റാടിക്കടവ് മലയിലാണ്. എന്നാൽ ഞങ്ങളിപ്പോൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് 2ാമത്തെ മലയിലോട്ടാണ്. ആദ്യത്തെ മലയിനേക്കാളും കുറച്ചുകൂടി ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക് 2ാമത്തെ മലയിലോട്ട് പോകാൻ. കാരണം ഒട്ടും സെക്യൂർഡ് അല്ലായിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പാറകളിലൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു. പിന്നെ കോട ഇറങ്ങിയിട്ട് ചുറ്റിനും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പുറം ഇപ്പുറം കൊക്കയായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴി എങ്ങോട്ടാണ് എത്തുന്നത് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾ പിന്നോട്ട് പോയില്ല. ഞങ്ങൾ 2ാമത്തെ മല കയറാനായിരുന്നു പ്ലാൻ ചെയ്തത്. കുറച്ചും കൂടി ടാസ്ക് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നല്ല പാറക്കെട്ടായിരുന്നു, വലിയ പാറകളായിരുന്നു. ഇതിൽ കൂടി ചവിട്ടി വേണം നമ്മൾ മലമേളിൽ കയറാനായിട്ട്. അത്യാവശ്യം വഴുക്കലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു മേളിൽ കയറി. കാറ്റാടിക്കടവ് വരുന്നവരിൽ മിക്കവരും 2ാമത്തെ മലയിലോ 3ാമത്തെ മലയിലോട്ടോ പോവാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയത് 2ാമത്തെ മലയാണ് ഞങ്ങൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല അഡ്വഞ്ചർ ആയിരുന്നു, എന്നാൽ അടിപൊളിയായിരുന്നു. ഈ കയറുന്ന കഷ്ടപ്പാടിനേക്കാളും ബെർത്തായിരുന്നു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു വ്യൂ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു പേടി എന്ന് പറയുന്നത് എന്തെങ്കിലും
ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാകും എന്നായിരുന്നു, പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. രണ്ടാമത്തെ മല കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ടയേർഡായി. എന്നാലും നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂ കാണാനായിട്ട്. സോഫി ക്ഷീണിച്ചു. സോഫി ടയേർഡായാ? സോഫി ഭയങ്കര ടയേർഡായിട്ടാ. മരുതങ്ങമലയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണ്, 1990 ആരും ഇവിടെ വന്നപ്പോൾ എഴുതി വെച്ചിട്ട് പോയതായിരിക്കണം. ഇതാണ് മരുതങ്ങമലയിലെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കാണാം. അപ്പുറത്താണ് മൂന്നാമത്തെ മല. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു, കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കോടയൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കോട ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ മഴയും പെയ്തു. നല്ല തണുപ്പായിരുന്നു, ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പ്ലാസ്റ്റിക്കോ മറ്റു സാധനങ്ങളൊന്നും മാക്സിമം ഇവിടെ ഇടാതിരിക്കാൻ നോക്കുക, കാരണം നമ്മുടെ പ്രകൃതി നശിപ്പിക്കുന്ന പോലെയാണല്ലോ അത്. അങ്ങനെ ഞങ്ങൾ കാറ്റാടിക്കടവും മരതകമലയും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. കയറിയപ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തിരിച്ചിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം പാറയെല്ലാം നല്ല വഴുക്കലുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ട്രെക്കിങ്ങും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ, ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ശരിക്കും മിസ്സാക്കരുത്. കാറ്റാടിക്കടവ് പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ആനേടിക്കുത്ത് വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. അവിടെ കൂടി പോകണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞങ്ങൾ മല ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. ചെന്നപ്പോഴും വലിയ കുത്തൊഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ നിന്നില്ല, മുകളിൽ തന്നെ ഇറങ്ങി കുളിക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നത്. ഞങ്ങളൊരു 3 മണിയായപ്പോഴാണ് ആനേടിക്കുത്തി എത്തിയത്. അതുകൊണ്ട് തന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നേ. വെള്ളം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കൺട്രോൾ പോയി. ഞങ്ങൾ അവസാനം വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ചിട്ടാണ് തിരിച്ചു പോയത്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും വാഷിംഗ് ഏരിയ ആണെങ്കിലും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് 10 രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോയത്. വെള്ളത്തിലൊക്കെ ഇറങ്ങി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മഴ കണ്ടത്. ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു മഴ വന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഞങ്ങൾ 3 പെൺകുട്ടികളും കൂടിയിട്ട് ഇങ്ങനൊരു അഡ്വഞ്ചർ ട്രിപ്പ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ നിങ്ങളോട്ട് ഇത് എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു.